ഇതേ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മാമ്പഴ ലസ്സിയാണ്. അതിനായിട്ട് വേണ്ടത് 2 പഴുത്ത മാമ്പഴമാണ്. അപ്പോൾ മാമ്പഴം തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയുടെ ഇടത്തരം ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മധുരത്തിനായിട്ട് ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒരു 1-1.5 കപ്പ് വെള്ളം വരെ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നന്നായിട്ട് തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ അരച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ എടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ തൈര് ചേർക്കാം. തൈര് പുളിയില്ലാത്ത തൈര്, നല്ല കട്ട തൈരാണ്. ഞാനത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അധികം പുളിയില്ലാത്തതാണ് ചേർക്കേണ്ടത്. അതും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകിൽ ഈ തവി കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ആ മിക്സിയുടെ പൾസ് മോഡിലിട്ട് 1 സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം അടിക്കരുത്. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ തൈരിൽ നിന്നൊരു വെണ്ണ ടേസ്റ്റ് വരും. ഈ തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ 1 സെക്കൻഡ് മാത്രമേ ഞാൻ പൾസ് ചെയ്തിട്ടുള്ളൂ. ഞാനിത് നല്ല തിക്കായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ലസ്സിക്ക് ഇത്രയും തിക്നെസ് വേണ്ടാന്നാണെങ്കിൽ ഒരു 2 കപ്പ് വെള്ളമൊക്കെ ആദ്യം ഒഴിക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഗ്ലാസ്സുകളിലേക്ക് പകർന്നിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ അരിഞ്ഞ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മാമ്പഴ ലസ്സി ചെയ്യാത്തവർ ചെയ്ത് നോക്കണം. ഈ കൊടും ചൂടുകാലത്ത് ഇതൊക്കെ ഇടയ്ക്ക് കഴിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.